പ്രിയപ്പെട്ടവരെ, ഇതൊരു മുന്നറിയിപ്പാണ്. അപകടം അത് നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറിൽ കുറച്ച് പാറ്റകൾ കടന്നുകൂടിയിരിക്കുന്നു. സ്മാർട്ട് ഫോണിൽ നിന്നും വിരൽ തുമ്പിലൂടെ തലച്ചോറിലേക്ക് പകരുന്ന രാജ്യദ്രോഹി പാറ്റകൾ. യെസ്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡിജിറ്റൽ വിപ്ലവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അട്ടിമറിക്കാൻ അതിർത്തി കടന്നെത്തിയ ഒരു കുതിരപ്പടയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. പേര് പോലെ തന്നെ ഇരുളിൽ പതുങ്ങിയിരുന്ന നാടിന്റെ കെട്ടുറപ്പിനെ തുറന്നു തരുന്ന ഒരു ഡിജിറ്റൽ കീടം. ഇവർ പറയുന്നത് ഇവർ വലിയ വിപ്ലവകാരികളാണെന്നാണ്. പക്ഷെ ഓർക്കുക, ഈ വിപ്ലവത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പണമുണ്ട്, രക്തമുണ്ട്, അതിർത്തിക്കപ്പുറത്തെ ഗൂഢാലോചനയുണ്ട്. പാകിസ്ഥാന് വേണ്ടി നമ്മുടെ നാട്ടിലെ ചില യുവാക്കളെയെങ്കിലും കലാപകാരികളാക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് തിരിച്ചറിയുക. എന്താണ് CJP? ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് തൊഴിലില്ലായ്മയുടെ പേരിൽ യുവാക്കളെ ഇളക്കിവിടാൻ രൂപം കൊണ്ട ഒരു സംഘമാണിത്. ഇതിന്റെ സൂത്രധാരൻ ആരാണെന്നറിയാമോ? അമേരിക്കയിലുള്ള അഭിജിത് ദീപ്കെ. ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു നിഷ്കളങ്കമായ മൂവ്മെന്റ് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളാണ്. CJPയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? 9% ഭാരതീയർ മാത്രമാണ് ഇതിന്റെ ഫോളോവേഴ്സ്. അപ്പോൾ ബാക്കി ആരൊക്കെയാണ്? 49% പാകിസ്ഥാനികൾ, 14% അമേരിക്കക്കാർ, 14% ബംഗ്ലാദേശികൾ. ഇവിടെയാണ് കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന ജൻസി കലാപങ്ങളുടെ അതേ മാതൃക നമ്മുടെ ഭാരതത്തിലും പരീക്ഷിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന പരോക്ഷ പിന്തുണ വ്യക്തമാണ്, കൃത്യമാണ്. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെയാണ് CJP മൂവ്മെന്റ് എന്ന് അവകാശപ്പെടുമ്പോഴും BJP ആണ് ഇവർ പ്രധാനമായും ശത്രുപക്ഷത്ത് നിർത്തുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം മറ്റൊന്നാണ്. നോയിഡയിലെ തൊഴിലാളി സമരങ്ങൾക്ക് പണം എത്തിയത് എവിടെ നിന്നാണ്? അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണ്. അതെ, CJPയുടെ അക്കൗണ്ടുകൾ ഭാരതത്തിന് പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്നു എന്നത് സാക്ഷാൽ X പ്ലാറ്റ്ഫോം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ വൈകാരികതയെ മുതലെടുത്ത പാകിസ്ഥാൻ ഡോളറുകൾ മുടക്കി നടത്തുന്ന ഒരു ഹൈബ്രിഡ് വാർഫെയർ ആണിത്. എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു ഡിജിറ്റൽ മൂവ്മെന്റിന് ഫണ്ട് ചെയ്യുന്നത്? ഉത്തരം സിമ്പിളാണ്. നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമായി ഭിന്നിപ്പിക്കാൻ, നമ്മളെ പരസ്പരം തല്ലിപ്പിരിയിപ്പിക്കാൻ. നമ്മുടെ നാട്ടിലെ യുവാക്കളെ ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ കുപ്രചരണം നടത്താൻ ശത്രുരാജ്യം പണം മുടക്കുമ്പോൾ അതിനെ വിപ്ലവമെന്നാണോ നമ്മൾ വിളിക്കേണ്ടത്, അതോ രാജ്യദ്രോഹമെന്നാണോ? നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കും. സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നവരെ കോടതി വിമർശിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവരോട് ഒരൊറ്റ വാക്ക്: കോടതി വിമർശിച്ചത് ജോലിയില്ലാത്തവരെയല്ല, വ്യാജ ബിരുദങ്ങളെടുത്ത പ്രധാനപ്പെട്ട ജോലികളിലേക്ക് എത്തുന്നവരെയാണ് ഈ പാറ്റകളെന്നും പരാനഭോജിയെന്നും ഒക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇതൊരു ട്രെൻഡല്ല, ഇതൊരു വിപത്താണ്. ഇവർ വിജയിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ യുവാക്കൾ അറിവില്ലായ്മയുടെയും വ്യാജ വാർത്തകളുടെയും അടിമകളാകും. രാജ്യത്ത് വർഗീയ ധ്രുവീകരണവും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാകും. സ്വന്തം രാജ്യത്തെ ഒറ്റിയ ചെറുപ്പക്കാരായി നിങ്ങളെ രാജ്യം അടയാളപ്പെടുത്താതിരിക്കട്ടെ.